CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നവകേരള മാർച്ചിന് ഇന്ന് 3 മണിയോടുകൂടി കാസർഗോഡ് പുളയിൽ തുടക്കമാകും. അവിടെ നിന്നും വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഒരുക്കങ്ങൾ ഒപ്പം തന്നെ മറ്റു വിവരങ്ങളും. സൗമ്യ, അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിഞ്ഞു കഴിഞ്ഞു കാസർഗോഡും ഉപ്പള മേഖലയും. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ മണ്ഡലമായ കാസർഗോഡ് മഞ്ചേശ്വരത്തിൻ്റെ ഭാഗമായ ഉപ്പളയിൽ നിന്നാണ് ജാഥ ആരംഭിക്കുക. വൈകിട്ട് 3-ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന ഒരു മാസക്കാലം കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന, കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു മാർച്ചിനാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടനാ ശേഷി മുഴുവൻ പ്രകടമാക്കുന്ന, അതിൻ്റെ സംഘടനാപരമായ കരുത്ത് മുഴുവൻ വിളിച്ചോതുന്ന ഉദ്ഘാടന ചടങ്ങും ഒപ്പം സ്വീകരണങ്ങളുമാണ് വരാനിരിക്കുന്നത്. ഏതായാലും സമകാലിക കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനമായ 3 വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജാഥ പര്യടനം നടത്തുന്നത്. അതായത് മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം. ഇതാണ് ജാഥയുടെ മുദ്രാവാക്യം. നമുക്കറിയാം, കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ. ഒന്ന്, സമസ്ത മേഖലകളിലും ബാധിച്ചിരിക്കുന്ന അഴിമതി. അത് മന്ത്രിസഭ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം വരെ വ്യാപിച്ചിരിക്കുന്ന അഴിമതി, അതിൻ്റെ കെടുതി അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾ, അതൊക്കെ ചേർന്ന് അഴിമതി വിമുക്തമായ, അതിനെതിരെ പോരാടി അഴിമതി വിമുക്തമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഒരു വലിയ മുദ്രാവാക്യം ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം നമുക്കറിയാം, അടുത്ത കാലത്തായി കേരളത്തിൻ്റെ സമാധാനപരമായ സാമുദായിക അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന വളരെ ബോധപൂർവമായ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കേരളത്തിലെ പൊതുസമൂഹം എന്ന് ഈ ജാഥ കേരളത്തിലെ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ജാതിമത സാമുദായിക സംഘടനകളിൽ നിന്ന് ഉയർന്നു വന്ന വർഗീയ ധ്രുവീകരണം, സാമുദായിക ധ്രുവീകരണത്തെ അത് അതേപടി തുറന്നു കാണിക്കാനും അതിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ദുർഗങ്ങൾ ചമയ്ക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണെന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് മാർച്ച്. അതിനൊപ്പം തന്നെ ഈ 2 പ്രധാന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ഭാവി തലമുറയ്ക്ക് കേരളത്തിൽ സുഭിക്ഷമായി സന്തുഷ്ടമായി ജീവിക്കുന്നതിനാവശ്യമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. വികസന കാഴ്ചപ്പാടുകൾ നമുക്ക് മാറേണ്ടതുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് വികസിത കേരളം, ഭാവി കേരളം വികസിതമായിരിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ മാർച്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലികമായി കേരളം നേരിടുന്ന, കേരളം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട, കേരളം അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ട 3 പ്രധാന വിഷയങ്ങളാണ് ഈ ജാഥയുടെ പ്രധാന മുദ്രാവാക്യമായി CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPM-ന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തന്നെയാണ് ജാഥ നയിക്കുന്നത് എന്നൊരു പ്രാധാന്യം കൂടിയുണ്ട്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള, ആവേശകരമായ സ്വീകരണം ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും CPM അതിൻ്റെ സംഘടനാപരമായി കരുത്തുപയോഗിച്ച് നടത്തിക്കഴിഞ്ഞു. എല്ലാ മേഖലകളിലും, എല്ലാ മണ്ഡലങ്ങളിലും പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രാദേശികമായ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു. അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച, അതിൻ്റെ അവസാനം എന്ന നിലയ്ക്കാണ് സംസ്ഥാന നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ പ്രധാനമായ 3 രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാർച്ച് ആരംഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3-ന് പ്രകാശ് കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ഒക്കെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. പിണറായി വിജയനൊപ്പം മറ്റ് 7 പ്രമുഖ നേതാക്കൾ കൂടി ഈ ജാഥയിൽ സ്ഥിരാംഗങ്ങളുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, KJ തോമസ് തുടങ്ങിയവരും, സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, MP-മാരായ PK ബിജു, MP രാജേഷ്, A സമ്പത്ത് തുടങ്ങിയവരും ഡോക്ടർ KT ജലീൽ MLA-യുമാണ് ഈ ജാഥയിൽ സ്ഥിരാംഗങ്ങളായുള്ളത്. എല്ലാവരും തന്നെ അല്പസമയത്തിനകം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കാസർഗോഡ് ഉപ്പള ഭാഗത്ത് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഉദ്ഘാടന ചടങ്ങ് ഒരു അവിസ്മരണീയ സംഭവം ആക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും പാർട്ടിയിലെ കാസർഗോഡ് പാർട്ടി ഘടകം പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ചുവന്ന മേലാപ്പണിഞ്ഞിരിക്കുകയാണ് കാസർഗോഡും ഉപ്പള പ്രദേശവും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ജില്ലാ സെക്രട്ടറി വരെയുള്ള എല്ലാ നേതാക്കളും മുഴുവൻ സമയവും ഈ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങും ജാഥയുടെ പര്യടന പരിപാടിയും വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് ഉപ്പളയിലെ ഉദ്ഘാടനത്തിന് ശേഷം കാസർഗോഡ് നഗരത്തിലാണ് ജാഥയ്ക്ക് ഒരു സ്വീകരണ പരിപാടിയുള്ളത്. അതോടുകൂടി ഇന്നത്തെ ജാഥയുടെ പര്യടനം അവസാനിക്കും. നാളെ രാവിലെ വീണ്ടും കാസർഗോട്ടെ ശേഷിക്കുന്ന 3 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി 4 മണിയോടുകൂടി കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കണ്ണൂരിൽ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കണ്ണൂരിലെ പാർട്ടി ഘടകവും പൂർത്തിയാക്കിയിരിക്കുന്നു. വലിയ ആവേശകരമായ ഒരുക്കങ്ങളാണ് കണ്ണൂരിൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന, പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ കരുത്തുമുള്ള കണ്ണൂരിലെ പാർട്ടി ഈ മാർച്ചിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെയും നടത്തിയിരിക്കുന്നു. സമാനമായ സ്ഥിതി തന്നെയാണ് കേരളത്തിലെ
140 നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടി പ്രാദേശിക ഘടകങ്ങൾ ഈ ജാഥയ്ക്ക് വലിയ സ്വീകരണങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരുന്നു. 3 മണിക്ക് തന്നെ ഇവിടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സാലി, ഒരുപക്ഷെ ഈ ഒരു മാർച്ച്, നവകേരള മാർച്ച് ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ, ആ 3 വിഷയങ്ങളും വ്യത്യസ്ത രീതിയിൽ തന്നെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിലായാലും മാർച്ച് കടന്നു പോകുന്ന മേഖലകളിലായാലും ഒക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒക്കെ ഒരു പിന്തുണ അതെങ്ങനെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്? സൗമ്യ, തീർച്ചയായും പാർട്ടി പ്രവർത്തകരെ കൂടാതെ, പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ കൂടാതെ, നേരിട്ട് പാർട്ടിയുമായി ബന്ധമില്ലാത്ത സാധാരണ ജനങ്ങളെ ഇതിലേക്ക് അണിനിരത്തുക എന്നൊരു ലക്ഷ്യം CPM-നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കേവലമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മാത്രമായി ഒതുക്കാതെ അടിയന്തരമായി പരിഗണിക്കേണ്ട മറ്റു ചില വിഷയങ്ങൾ, ഒപ്പം വികസനം പോലെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, പഠന കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളും എടുത്ത തീരുമാനങ്ങളുമൊക്കെ ഭാവി കേരളത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വർഗീയതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പ്, അഴിമതിക്കെതിരായ പോരാട്ടം, കൂടാതെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പുതിയൊരു കേരളം, യുവതലമുറയ്ക്ക് സ്വസ്ഥമായി സമാധാനപരമായി സമ്പുഷ്ടമായി ജീവിക്കാനുള്ള, തൊഴിലെടുത്ത് ജീവിക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വികസിത കേരളം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഉയർന്നു വരേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും ഏതൊരു രാജ്യത്തോടും വികസിത രാജ്യത്തോടും കിടപിടിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൽ വികസന രംഗത്ത് നമ്മൾ മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് എന്നൊരു മുദ്രാവാക്യം CPM മുന്നോട്ട് വയ്ക്കുന്നു. അത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായി CPM-വുമായി നേരിട്ട് ബന്ധമില്ലാത്ത, CPM-ന്റെ പ്രവർത്തകരല്ലാത്ത സാധാരണ ജനങ്ങളെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമാണ്. വിശേഷിച്ചും കേരളത്തിലെ വോട്ടർമാരിൽ വലിയൊരു പങ്ക് വരുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ വികസിതമായ ഒരു പുതിയ വികസനം നിറഞ്ഞ ഒരു കേരളം സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം CPM-നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിവരങ്ങൾ നൽകിയത്.